ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തോളെന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. മൈദ വെച്ചിട്ടൊരു രാവിലെ ടിഫിനൊക്കെ കഴിക്കാൻ പറ്റിയ പോലുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 കപ്പ് മൈദ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതാ 2 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതാ ഇതിലോട്ട് ഈ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാ 1 മുട്ട ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് 1 നുള്ള് അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കണം. ഇതായിപ്പോൾ ഇതിങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ആയിക്കിട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം മൂടിയിട്ട്. ഇതായപ്പോൾ ഇത് 10 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു സവാള പകുതി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, 2 കൊത്ത് കറിവേപ്പില, ഒരു ചെറിയ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ഇങ്ങനത്തെ ബോളാക്കുക. ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിനെ തൂവിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ വേണ്ടത് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ബ്രഷ് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടിയുടനെ മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ആയപ്പോഴത്തേക്കും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പുള്ളി വരും. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പുള്ളി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കറികളൊന്നും തന്നെ വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്. എണ്ണ തേച്ച് കൊടുത്തു. അതൊന്ന് എടുത്തിട്ടിട്ടുണ്ട്. ഒന്നാകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് അത് പുള്ളി വരുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ പുള്ളില്ല. ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ മൈദയിൽ ഉണ്ടാക്കാം. പക്ഷെ മൈദേനേക്കാട്ടിലും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. പക്ഷെ ഗോതമ്പ് പൊടിക്ക് കുറച്ച് ഇതിന് ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറികളൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ പൊറോട്ടനെക്കാട്ടിലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.